പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. യേശുവെ നന്ദി, യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. Praise you, adore you, Jesus Christ, the omnipotent Lord. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം ഉൽപ്പത്തി 3-5 മുതൽ. അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു. അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിന് അറിയാം. അത് സാത്താന്റെ ശരിയായ ഒരു മാർക്കറ്റിംഗ് ടോക്ക്, ഒരു മാർക്കറ്റിംഗ് പിച്ച്. നമ്മുടെ ലോകത്തിൽ നമ്മൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും നീ ഈ വസ്ത്രം ധരിച്ചാൽ നീ ഉന്നതി പ്രാപിക്കും, അല്ലെങ്കിൽ നീ ഈ ടൈപ്പ് വാച്ച് ധരിച്ചാൽ നിന്നെ മറ്റുള്ളവർ ബഹുമാനിക്കും, നീ ഇതുപോലുള്ള ഈ കാറ് വാങ്ങിച്ചാൽ നിനക്ക് ഉന്നതി ഉണ്ടാകും. ഇങ്ങനെയുള്ള ഇമാതിരിയുള്ള പ്രലോഭനങ്ങൾ, അല്ലെങ്കിൽ ഈ ക്ലബിൽ നീ ചേർന്നാൽ നീ കുറച്ചുകൂടെ ബഹുമാന്യനാകും, നീ അല്പം മദ്യപിച്ചാൽ, അതുപോലെ മുന്തിയ ബ്രാൻഡ് മദ്യപിച്ചാൽ നിനക്കൊരു മതിപ്പുണ്ടാകും. ഇങ്ങനെ സാത്താൻ വ്യത്യസ്ത രൂപത്തിൽ ഇന്നത്തെ ലോകത്ത് മനുഷ്യരെ ചാക്കിട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഉയരങ്ങളിലേക്ക്, കൂടുതൽ നേട്ടങ്ങളിലേക്ക്, കൂടുതൽ അഭിമാനത്തിലേക്ക്, കൂടുതൽ ബഹുമാന്യതയിലേക്ക് ഇങ്ങനെയുള്ള ഹുക്കുകൾ വെച്ച് മനുഷ്യനെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം മനുഷ്യർ കടക്കെണിയിലും വല്ലാത്ത ദുഃഖത്തിലും വല്ലാത്ത അടിമത്തത്തിലേക്കും ഒക്കെ വഴുതി വീഴുന്നു. അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. അപ്പൊ മാർക്കറ്റിംഗ് പിക്ചർ അങ്ങനെ, ഇത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് നിങ്ങളെ പിടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോഴേക്കും ഹൗവ ടെംപ്റ്റഡായി. ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവനത് പറിച്ച് തിന്നു. ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു. തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു. അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിന്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. അവിടുന്ന് പുരുഷനെ വിളിച്ച് ചോദിച്ചു, നീ എവിടെയാണ്? അപ്പൊ ഈ ലൗകിക കാര്യങ്ങളുടെ പുറകെ നമ്മൾ പോയാൽ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം നമ്മുടെ ജീവിതത്തെ കർത്താവിന് ഭരമേൽപ്പിച്ച് കർത്താവ് വിളമ്പുന്നത് ഭക്ഷിച്ച് സംതൃപ്തിയോടെ കർത്താവിന് സ്തോത്രം
ചൊല്ലി കർത്താവിനെ കർത്താവ് നയിക്കുന്ന പാതയിലൂടെ ആത്മാർത്ഥമായി മുന്നേറുന്നതല്ലാതെ ഈ ലോകം നയിക്കുന്ന രീതിയിൽ നമ്മൾ മുന്നേറിയാൽ നമ്മൾ പാപത്തിൽ നിപതിക്കും. പാപത്തിൽ നിപതിച്ചു കഴിഞ്ഞാൽ പാപത്തിലായിരിക്കുന്ന ഒരുവന് അവൻ ദൈവത്തിൽ നിന്ന് പതുക്കെ പതുക്കെ അകന്നു പോകുന്നു. അവന് അവന് ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തെ ആരാധിക്കാനുള്ള, ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ അവന് ലജ്ജ തോന്നുന്നു. ഈ പാപത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. പാപം ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത സംഭവം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അപകർഷബോധവും ലജ്ജയും നമ്മളെ മൂടും. അതുമൂലം ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകും. ദൈവം നമ്മളിൽ നിന്ന് അകലുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം അൺകണ്ടീഷണലാണ്. ദൈവം പാപികളെ തേടിയാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. പക്ഷേ നമ്മൾ ദൈവത്തിൽ നിന്ന് ഓടിയകലും. അത് തന്നെയാണ് പർദീസായാലും ഉണ്ടായത്. ദൈവം വൈകുന്നേരം അവിടെ ഉലാത്തുനിന്ന് ഇവരെ അന്വേഷിച്ച്, ആദം നീ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ മുമ്പിലേക്ക് പോകാനാകാതെ അവർ ലജ്ജിതരായി, തങ്ങളുടെ നഗ്നതയോർത്ത് ലജ്ജിതരായി അവർ മരങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ മുമ്പിൽ നിഷ്കളങ്കരായി നിൽക്കുവാനുള്ള യോഗ്യത അവർ നഷ്ടപ്പെടുത്തി. ഇത് തന്നെയാണ് ആധുനിക ലോകത്തിലും ആധുനിക മനുഷ്യനും പറ്റുന്ന പ്രശ്നം. അവൻ പലവിധ കെണികളിൽ ചെന്ന് ചാടി, 100 അത് 1000 1000 10,000 വേണം, ഇതിൻ്റെ പുറകെ ഓടി, ഇല്ലാത്തവർക്ക് ലോണും അതും ഇതൊക്കെ എടുത്ത് വാങ്ങി അവസാനം വലിയ വലിയ ചതികളിൽ ചെന്ന് വീഴുകയും അത് അവരെ ദൈവത്തിൽ നിന്ന് അകറ്റുകയും, ദൈവത്തിൽ നിന്ന് അകന്നു കഴിയുമ്പോൾ വലിയ നിരാശയിലേക്ക് അവർ നിബന്ധിക്കുകയും പ്രത്യാശയില്ലാത്തവരായി തീരുകയും ചെയ്യും. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴും ദൈവത്തോടു കൂടെ ആയിരിക്കുക. നമ്മുടെ അവസ്ഥ എന്തു തന്നെ ആയിരുന്നാലും, നമ്മുടെ അവസ്ഥ എത്ര പരിതാപകരമായിരുന്നാലും അവൻ നമ്മോടൊപ്പം ഉണ്ട്. അവൻ നമുക്ക് സമീപസ്ഥനാണ്. നമുക്ക് അവനിലേക്ക് തിരിയാം. അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും. ദൈവത്തിന് അറിയാം നമ്മുടെ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ വീക്ക്നെസ്സുകൾ, നമ്മുടെ ബലഹീനതകൾ ദൈവത്തിന് നന്നായി അറിയാം. ഹിസ് ലവ്, ഓൺലി ഹിസ് ലവ് ഈസ് റിയൽ ആൻഡ് അൺകണ്ടീഷണൽ. വീണ്ടും സങ്കീർത്തനം 31, കർത്താവ് എൻ്റെ സങ്കേതം, കർത്താവെ അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു, ലജ്ജിക്കാൻ എനിക്ക് ഇടവരുത്തരുതേ. നീതിമാനായ അങ്ങ് എന്നെ രക്ഷിക്കണമേ. എൻ്റെ നേരെ ചെവിചായിച്ച് എന്നെ അതിവേഗം വിടുവിക്കണമേ. അവിടുന്ന് എൻ്റെ അഭയശീലയും എനിക്ക് രക്ഷ നൽകുന്ന ശക്തി ദുർഗവുമായിരിക്കണമേ. അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ്. അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ നയിക്കണമേ. എനിക്ക് വഴികാട്ടി ആയിരിക്കണമേ. എനിക്കായി ഒളിച്ചു വച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അവിടുന്നാണ് എൻ്റെ അഭയസ്ഥാനം. നമുക്ക് നമ്മുടെ വിശ്വാസവും നമ്മുടെ ദൃഷ്ടി ദൈവത്തിൽ നിന്ന് എടുക്കാതെ ദൈവത്തിൽ പൂർണ്ണമായി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട്, അബ പിതാവേ ഞങ്ങളെ നയിക്കണമേ,
ഞങ്ങൾക്ക് അങ്ങയുടെ പാത മാത്രം മതി. മറ്റുള്ള വേടന്റെ കെണികളിൽ നിന്ന് കർത്താവെ ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളുടെ പാദങ്ങൾക്ക് അങ്ങയുടെ വചനം പ്രകാശമായിരിക്കട്ടെ. പ്രകാരം ഒരു വചനാധിഷ്ഠിതമായ ജീവിതത്തിലേക്ക് കർത്താവ് നമ്മളെ നയിക്കുന്നു. അവിടെ മാത്രമേ നമുക്ക് യഥാർത്ഥ സന്തോഷവും സമാധാനവും ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് മനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടി പ്രയത്നിക്കാതെ ദൈവത്തിൻ്റെ മുമ്പിൽ ലജ്ജ കൂടാതെ നിൽക്കുവാനായി, ദൈവമക്കളുടെ പ്രൗഢിയോടെ ജീവിക്കുവാനായി ഉള്ള കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. ഗോഡ് ബ്ലെസ്.